ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ കോളേജിലെ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. അപ്പോൾ ആദ്യത്തെ ഓണമാണ് തിരുവനന്തപുരത്തും. ഞാനിപ്പോൾ പഠിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ അവിടെ അപ്പം നമുക്ക് അവിടുത്തെ ഓണം കാണാം. ഞാൻ എത്തിയിട്ടില്ല കേട്ടോ, നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. എനിക്ക് പുറത്തത്തെ ഹോസ്റ്റലിൽ നിന്നൊരു 20 മിനിറ്റിന് മേലെ നടക്കാനുണ്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. ഇതാണ് സെൻറ്റർ സർക്കിൾ. നേരെ കാണുന്നതാണ് എൻട്രൻസ്. അപ്പോൾ അവിടെ നിൻ്റെ ഒരു ഫ്രണ്ട് വരാം. അപ്പോൾ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് കുറച്ചും കൂടി അങ്ങോട്ട് നടക്കാനുണ്ട്. ബൈഗിച്ചേട്ടൻ വരുന്നുണ്ട്. നന്ദു ഗൈസ്, നന്ദു. ഇതാണ് ചോല, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഞങ്ങളുടെ സ്വന്തം സ്ഥലം. ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. കയറി ചെല്ലുമ്പോഴത്തേനും ഒരു പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ. ക്ലാസ്സിൽ ബാഗ് വെച്ചിട്ട് താഴത്തോട്ട് വരാനാണ് പറഞ്ഞിട്ടുള്ളത്. വേഗം താഴത്തേക്ക് ചെല്ലണം, കുറച്ച് പണിയുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ താഴത്തേക്ക് ചെന്നാൽ എത്രത്തോളം എനിക്ക് ഇനി വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് യാതൊരു പിടിയില്ല. എൻ്റെ ക്ലാസ്സിൽ നന്ദൂനെ താഴെ പിടിച്ചു. അവിടെ പൂ പുറത്തോണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഒരു അറിയാത്ത പണിയാണ്. ഞങ്ങൾ രണ്ടാളെയും പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്യണം. താഴെ അവരൊക്കെ പൂക്കളിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ മൊത്തമായിട്ടല്ല, അങ്ങനെയല്ല, ബ്ലോക്ക് വൈസാണ് ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ വരുന്നത്. അപ്പോൾ ഞങ്ങളെ ടീമിൻ്റെ പേര് മന്ദാരം എന്നാണ്. ബ്ലോക്കേഴ്സ് സോഷ്യൽ സയൻസ് ബ്ലോക്കിൻ്റെ പേര് മന്ദാരം എന്നാണ്. അപ്പോൾ ഞങ്ങളൊരു മൊത്തം ബ്ലോക്കായിട്ടാണ് കോമ്പറ്റീഷൻ. ഇപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിപാടിയുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഓണം അതിൻ്റെ പൂക്കളം താഴെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. ഇനി താഴെ എന്തൊക്കെയോ അരങ്ങോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കെട്ടാനാണ് ഞങ്ങളപ്പോൾ വിളിച്ചിട്ടുള്ളത്. കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാം. ക്ലാസ്സിൽ ആകെ 10 പേരുള്ളൂ കേട്ടോ. ഞാൻ പഠിക്കുന്ന കോഴ്സിന് പഠിക്കുന്നത് ആകെ 10 പേരുള്ളൂ. 11 പേരുണ്ട്. അതിൽ 10 പേരെ വന്നിട്ടുള്ളൂ. ഒരു കുട്ടി ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ അവരൊക്കെ കാണിച്ചു തരാം. ഇനിയും പിള്ളേർ വരാണ്ട്. ഞാൻ നന്ദു മാത്രമേ എൻ്റെ ക്ലാസ്സിൽ നിന്ന് എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളൊരു വള വാങ്ങാൻ പോയി, അത് വാങ്ങാൻ പോയി, എന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഞാൻ ബാഗൊക്കെ വെച്ച് ഇനി താഴെ പോയിട്ട് ബാക്കി എടുക്കാൻ പറ്റും. ഞാൻ എടുത്ത് കാണിച്ചു തരാം. നന്ദു നോക്കൂ. അതെ. ഇതാണ് നിഞ്ചയുടെ സ്പെഷ്യൽ ഓണം ഡ്രസ് കണ്ട് ഞെട്ടിയിരിക്കുന്ന ഞങ്ങളായാണ് നിങ്ങൾ കാണുന്നത്. അവൻ സ്യൂട്ടിട്ട് മാതൃകയായി. ഓണം ആശംസകം. ഇതാണ് മുഹ്സിന. അറിയാത്തല്ലോ അല്ലേ? അതെ, ഫേമസ് ആണല്ലോ. ഇതാണ് ആദിത്യ. ഞങ്ങളെ ക്ലാസ്സിലെ ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആദിത്യ. ഇവളും കൂടിയിട്ടാണ് വള വാങ്ങാൻ പോയത്. കമ്മൽ കാണിക്കുന്ന മയിലിന്റെ കമ്മൽ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഞങ്ങൾ തലേ ദിവസം ഒരു ട്രാൻസിഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതേപോലെ തന്നെ സിംഗിൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഗ്രൂപ്പായിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഞങ്ങൾ ഈ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലൊരു ഗ്രൂപ്പ് വീഡിയോ തലേ ദിവസവും എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇത്. പിന്നെ അവിടെ ഒരു പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് എടുക്കാൻ വന്ന സമയം കൊണ്ട് ഞങ്ങളിവിടെ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു. എൻ്റെ പേഴ്സണൽ ബ്യൂട്ടീഷ്യനാണ്. പൂക്കളം റെഡിയായി. ഫോട്ടോക്ക് വേണ്ടി കെഞ്ചുന്ന ചേട്ടനാണ് നമ്മുടെ ഫോട്ടോ എടുത്തത്. ചേട്ടനെ ഞങ്ങൾ വ്ലോഗ് എടുക്കുക. അഭിജിത്ത് ചേട്ടൻ ഞങ്ങളുടെ പപ്പാടി കാണാനില്ല. എല്ലാവരും ഫോട്ടോ സെക്ഷനിലായിരുന്നു കേട്ടോ. പിന്നെ പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി വിളിച്ചിട്ട് പോലും ഞങ്ങൾ വരാണ്ട് ലാസ്റ്റ് അവർ മൈക്കിൽ അനൗൺസ് ചെയ്തു. ഫോട്ടോഷൂട്ടിൽ നടന്നിരിക്കുന്ന ആൾക്കാർ പരിപാടികൾ തുടങ്ങുന്നു. ഞാൻ വെച്ചവരെന്നെ കൂട്ടാണ്ട് ഫോട്ടോ എടുക്കാണെന്നതാ. വെരി സാഡ്. നിനക്കൊന്നും പറയാനില്ല? എനിക്കൊന്നും പറയാനില്ല. കൊച്ചിന്റെ കല്യാണം കൊച്ചിന്റെ കല്യാണം നവംബറിൽ. ഫെബ്രുവരി എപ്പോഴെങ്കിലും എനിക്ക് എന്തായാലും ഒരു കല്യാണം ഉണ്ട്.
ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ. ഇതാണ് ഞങ്ങളുടെ HOD ഗിരീഷ് സാർ. ഒരു ഓണം കൂടെ നമ്മൾ തേടിയെത്തുകയാണ്. എല്ലാ ഓണവും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെ ഒക്കെ പ്രതീകമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. നെക്സ്റ്റ് ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ശ്രീകുട്ടൻ്റെ നല്ലൊരു പാട്ടാണ്. കടക്കണ്ണിൽ മഷിമിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിൻ്റെ കുളിരുന്ന സമ്മാനം, പൂക്കൂട നിറയ്ക്കുന്ന പുലർമഞ്ഞിൻ കവിളത്ത് പൊന്നാരക്കാറ്റിൻ്റെ സഞ്ചാരം. ആദ്യം ഇവർ ഡാൻസ് കളിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പേരായിട്ട് ഡാൻസ്. ഇതാണ് സ്നേഹ ഗൈസ്. ഹായ് പറ. അടുത്തത് ഞങ്ങള് ഡാൻസ് ബോട്ട്സ് അടിച്ചു പോയതുകൊണ്ട് ഞങ്ങളുടെ ഡാൻസ് കുറച്ച് നേരം ലേറ്റ് ആയി. അടുത്തത് ഇവരുടെ ഡാൻസാണ് കേട്ടോ. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഞങ്ങൾ. ഡാൻസിൻ്റെ ഇടയിൽ ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത്, ചെറിയ കുട്ടികളെ പോലെ അവർക്ക് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുന്ന ദിയേനെ ഞങ്ങൾ കണ്ടു. അങ്ങനെ ഡാൻസും പാട്ടൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്തത് നമ്മൾ സദ്യ കഴിക്കാൻ പോവാണ്. ആദി നന്ദു സീരിയസ് എക്സ്പ്രഷൻ വിട്, ചിരിച്ചിട്ട്. അങ്ങനെ വെള്ളമൊക്കെ വെച്ചെടുത്ത് അവരും ഇരുന്നു. എന്നിട്ട് ദൂരെ പോയിരുന്നിട്ട് അവൾ എന്തോ ആക്ഷനിലൂടെ എനിക്ക് പറഞ്ഞു തരുന്നു. തിരുവനന്തപുരത്ത് സദ്യ കഴിക്കണതിൽ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് അനില എനിക്ക് ഓരോ സെക്ഷനായിട്ട് എങ്ങനെ കഴിക്കണമെന്ന് പഠിപ്പിച്ചു തന്നു. അത് ഞാൻ നിഞ്ചയ്ക്കും അതുപോലെ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ ഞാൻ സാമ്പാർ കൂട്ടി കഴിച്ചു. അതിന് ശേഷം ബോളിയും പായസവും വന്നു. പിന്നെയും ചോറിട്ട് മോര് കൂട്ടി കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. പക്ഷെ എനിക്ക് അതിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പായസം കുടിച്ച് നിർത്തി. I'm just like your daddy, yeah. How was the sadhya? Good. I love it. Say about sadhya. Yeah. How is that boli and spicy? Yeah, my favorite is that boli one. On boli, on top of that, there's a white color, right? There's a sweet one. Kheer. Super. Yeah. That one. Yeah, kheer, right? Yeah. That one we used to get in my hometown also. Yeah, we call it. So payasam is famous, guys. Semi, yeah. We call it same here. Same. We call it semi. We call it. Yeah, semi. How was the food? How was the? Good. Full. I'm full. Yeah. ക്ഷീണിച്ചിരിക്കുന്ന നങ്കൾ മത്ത് പിടിച്ച് പായസം കുടിച്ചിട്ട് അങ്ങനെ വേണം പറയാൻ. നോക്കി എല്ലാരും ഓരോ സൈഡിനായിരിക്കും. എല്ലാരും തളർന്നു ക്ഷീണിച്ചു. കമലാണ് ലുക്ക് അല്ലേ?
മറ്റേ ലാസ്റ്റ് കുടിച്ച പായസം കുടിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര മധുരം. ഞാൻ ഇല്ലാണ്ടായി പോയി. വല്ലാത്ത മധുരം, അതെ വല്ലാത്ത ജാതിമേ. അമ്മാതിരി മധുരമായിരുന്നു. എന്നിട്ട് അത് കുറച്ചു പേര് പഴം കുഴിച്ച് കഴിക്കുന്നത് ഞാൻ ഞാൻ കണ്ടു. വെച്ചു എടേ മധുരം കുറയും. പായസത്തിന് മധുരം കുറയും. എനിക്കറിയാൻ മധുരം കുറയും. ബോളിയും പാൽപ്പായസവും ബോളിയും പായസം ഉണ്ടായിരുന്നു. സേമിയ സേമിയ പായസം, പിന്നെ ടീ പൊടി. അത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ രണ്ടാമത് വന്ന പായസം അതെന്ത് പായസം? അടപ്രഥമൻ. അടപ്രഥമനായിരുന്നു അത്. പക്ഷെ ഒടുക്കത്തെ മധുരം. ഞാനത് കുറച്ച് കുടിച്ചുള്ളൂ, അത്ര മധുരം. അപ്പൊ അതും കൂടി കുടിച്ച് അത് പിന്നെ എന്താ പിന്നെ ഡാൻസിന്റെ ക്ഷീണമൊക്കെ കൂടി ഞങ്ങൾ അവശയായി. ഒരാള് ബാക്കി വന്ന സദ്യന്ന് ബോളിയും പായസം കിട്ടുമെന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു അവിടെ. കൊല്ലത്തുകാരി എന്തുവാ പറഞ്ഞ ബോളിയും പായസം അത് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ഞങ്ങൾ പോയിട്ട് കിട്ടുമോ അങ്ങനെ സദ്യ സെക്ഷൻ മുഴുവൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗെയിംസിൽ കടന്നു. ആദ്യത്തേത് കസേരക്കളിയായിരുന്നു. ഞങ്ങളെല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഔട്ടായിപ്പോയി. അങ്ങനെ ഞങ്ങളുടെ സ്വന്തം ദിയക്ക് 3rd കിട്ടി. ഞങ്ങൾക്ക് അഭിമാനമായി മാറിയിരിക്കുകയാണ് ഞങ്ങളുടെ ദിയ. ഗൈസ് നമ്മൾ റാമ്പൊക്കെ കഴിഞ്ഞ് നിൽക്കാണ്. റിസൾട്ട് പറയുന്നുണ്ട് കിട്ടാൻ വെറൈറ്റി ആക്കി ഞങ്ങളതിനെ. ഞങ്ങൾ റാമ്പ് വാക്കിന്റെ ബാക്കി റിസൾട്ട് കേൾക്കട്ടെ. റിസൾട്ട് വന്ന് റാമ്പ് വാക്കിലും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്നുള്ള സന്തോഷമായ വാർത്ത അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജഡ്ജസിൻ്റെ റാമ്പ് വാക്കും കണ്ടിരുന്നു. ഞങ്ങൾ ഇനി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. എല്ലാവരും ഉണ്ട്, നമ്മളല്ലട്ടാ, ഞങ്ങൾ മൊത്തം ഈ പോകുന്നതൊരു മുഴുവൻ ഫോട്ടോ എടുക്കാൻ പോണവരാണ് പൊളിറ്റിക്സിത്തെ. എത്രാമത്തെ ക്ഷീണമെന്നറിയോ? ഇന്ന് ക്ഷീണിക്കൽ തന്നെ പണി. ഫോട്ടോസ് എടുക്കാൻ അങ്ങോട്ട് പോയി, എന്നിട്ട് പിന്നെയും വന്നിരുന്നു. ഇവിടെ ബിസ്ക്കറ്റ് മത്സരം ഞങ്ങൾക്കൊരു പാട്ടും ഡാൻസ് കളിക്കുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഈ ഇന്നത്തെ കഴിഞ്ഞില്ല. ഇനി 25, 26, 27 ഉണ്ട്. ഇതായി ലാസ്റ്റ്. അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടികളും അവസാനിച്ചിരിക്കുന്നു ഗൈസ്. മിച്ചം വന്ന ബിസ്ക്കറ്റ് നമ്മൾ എടുത്തു. അടുത്ത് പൊളിച്ചു കൊടുത്ത കോലൊക്കെ അത്രയ്ക്ക് ആക്കിയിട്ടുണ്ട്. അലമ്പായി. അങ്ങനെ ഇന്നത്തെ ഡിപ്പാർട്ട്മെന്റ് ഓണം സെലിബ്രേഷൻ കഴിഞ്ഞു. ഇനി ഞാൻ റൂമിൽ പോകുന്നു, ബാഗ് എടുക്കുന്നു. ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നിട്ട് വേണം പോയാൽ. ഞങ്ങളെല്ലാവരും ഇന്ന് നാളെ നാട്ടിൽ പോയിട്ട് ഇനി അടുത്ത മീറ്റ് നമ്മൾ വീണ്ടും കാണാം. അതെ, ബൈ ബൈ. ഹാപ്പി ഓണം.